എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 ഷെയർസിനെ കുറിച്ചാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലെവൽസ് നമുക്കൊന്ന് നോക്കാം. ഏതെങ്കിലും ലെവലിൽ നമുക്കാണ് ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു ബൈ എൻട്രിയും, ഏത് ലെവലിൽ താഴെ പോയാലാണ് നമുക്കൊരു സെൽ എൻട്രിയും എന്നുള്ള ആ ലെവൽസിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. പക്ഷേ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. കാരണം ബൈ സെൽ റെക്കമെൻഡേഷൻ പറയാനുള്ള ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല ഞാൻ. നിങ്ങൾക്ക് അങ്ങനെ ബൈ സെൽ റെക്കമെൻഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് ബ്രോക്കറുമായിട്ട് കൺസൾട്ട് ചെയ്യുകയോ നിങ്ങൾ സ്വയം ഒരു അനലൈസേഷനിൽ എത്തുകയോ ചെയ്യുക എന്നതാണ് വിനീതമായി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് നേരിട്ട് സ്റ്റോക്കിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റോക്ക് KNR കൺസ്ട്രക്ഷൻ ലിമിറ്റഡ് എന്ന് പറയാം. നമ്മൾ ഈ ചാർട്ടിൽ കാണാം KNR കൺസ്ട്രക്ഷൻ. അതായത് കൃത്യമായ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഒരു റെഡ് ക്യാൻഡിലും ആയിരുന്നു. നമുക്കതിൻ്റെ ലെവൽസ് ഒന്ന് നോക്കാം. ഈ സ്റ്റോക്ക് വളരെ അധികം ദിവസങ്ങളിൽ ഒരു കൺസോളിഡേഷൻ മൂവ് തന്നെ ആയിരുന്നു. കേട്ടോ, ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ആയിരുന്നു. ഇവിടെ എത്രയോ ദിവസം, ഒരു 6-7 മാസത്തോളം കൺസോളിഡേഷൻ ആയിരുന്നു. അതിനുശേഷം നല്ലൊരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വിത്ത് വോളിയത്തോടാണ് ബ്രേക്ക് ഔട്ട് ചെയ്തത്. ആ റേഞ്ച് ബ്രേക്ക് ഔട്ട്, ഈ റേഞ്ചാണ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു പോകുന്നത്. അതിനുശേഷം സ്റ്റോക്ക് മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കൺസോളിഡേഷൻ റേഞ്ച്, അതായത് ഒരു നമ്മൾ പറയില്ല ഒരു റേഞ്ചിനുള്ളിൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിലെ ടെക്നിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ദർവാസ് ബോക്സ് ട്രേഡിംഗ് മെത്തേഡാണ് ഇവിടെ നടക്കുന്നത്. ഈ റേഞ്ചിനുള്ളിലായിരുന്നു ഇത് ഇത്ര നാൾ ട്രേഡ് ചെയ്തിരുന്നത്. ആ റേഞ്ചാണ് കണ്ട ഇവിടെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയ്സിന് മുമ്പ് ഒരു ബ്രേക്ക് ഔട്ട് നടന്നുണ്ട്. ഇവിടെ ഒരു അത്യാവശ്യം വോളിയം ഉണ്ട്, ബ്രേക്ക് ഔട്ട് ചെയ്തു. പക്ഷേ ഇത് ഇവിടെ ഒരു സ്റ്റക്കായി പോലെ ലാസ്റ്റ് ട്രെൻഡ് സ്റ്റക്കായി കാരണം എന്താ വെച്ചാൽ നോൺ സ്റ്റോപ്പ് റാലി ആയിരുന്നു ഇവിടെ നിന്ന് ഒരു നമുക്ക് പെട്ടെന്ന് ഒരു മൂവ്മെൻ്റ് ആണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ രീതിയിൽ ഒന്നിലെ ഒരു സ്റ്റക്കായി കുറച്ച് നാൾ നിൽക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു പുൾ ബാക്കിനോ സാധ്യതയുണ്ട്. അല്ലാണ്ട് പെട്ടെന്ന് ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് പെട്ടെന്ന് അങ്ങനെ പോകില്ല. ഇങ്ങനെ കയറി അങ്ങനെ പോകില്ല. കുറച്ച് കയറി ജസ്റ്റ് ചെറിയൊരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ അങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് പോവുക. അതിനുശേഷം ഇങ്ങനെ രണ്ടാമത്തെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ കയറ്റത്തിൽ. മറ്റുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു കറക്ഷന് സാധ്യത കാണും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനുള്ള വിധത്തിൽ ഇപ്പോൾ ഒരു ദർവാസ് ബോക്സ് പോലെ അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ റേഞ്ച് ഉണ്ട്. ഈ റേഞ്ചിന് ഉള്ളിൽ ട്രേഡ് ചെയ്തിരിക്കുകയായിരുന്നത് ഈ റേഞ്ചാണ്. ആ റേഞ്ചാണ് ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇനി നമുക്കുള്ള പോസിബിലിറ്റി എന്തെന്ന് വെച്ചാൽ ഏകദേശം നമുക്കൊരു 376 വരെയെങ്കിലും ഇതിലൊരു ബൈ എൻട്രിക്ക് നമുക്കൊരു ചാൻസ് ഉണ്ട്. ഈ റേഞ്ചിൽ മിക്കവാറും ഇതിൽ സപ്പോർട്ട് എടുക്കാനായിട്ട് സാധ്യത. അതായത് ഏകദേശം 376 ആ റേഞ്ചിൽ 376 അല്ലെങ്കിൽ 380 റേഞ്ച്. ഈ റേഞ്ച് പ്രത്യേകം ശ്രദ്ധിക്കണം. 376 അല്ലെങ്കിൽ 380. അപ്പോൾ ഈ 376 അല്ലെങ്കിൽ 380 ഇടയിൽ നമുക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രിക്ക് ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ്, ചെറിയൊരു സ്റ്റോപ്പ് ലോസാണ് നമ്മളിവിടെ നോക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് 365 നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഉണ്ട് ഈ റേഞ്ച്. അതായത് ഈ ലാസ്റ്റ് റെഡ് ക്യാൻഡിലെ താഴെ ഈ റെഡ് ക്യാൻഡിലെ താഴേക്ക് ക്ലോസിങ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഇട്ട് വിറ്റുമാറേണ്ടതായിട്ടുണ്ട്. ഈ റെഡ് ക്യാൻഡിലെ താഴെ അതായത് 365 സപ്പോർട്ട് കാണുക. അപ്പോൾ 365 നമുക്കൊരു SL ഇതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടി അവിടെ റേഞ്ച് ബൗണ്ട് ട്രേഡിംഗ് ആണ് സംഭവിക്കുക. നമുക്ക് ബ്രേക്ക് ഔട്ട് തന്നെ റേഞ്ച് ബൗണ്ട്. പക്ഷേ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ, ഇനി ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. പക്ഷേ ഇവിടെയൊക്കെ നമുക്കൊരു ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ കൂടിയും ഇതിന് മുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു രീതിയിൽ വീണ്ടും ഇത് അപ്സൈഡിലേക്ക് പോകാനായിട്ട് സാധ്യത. അപ്പോൾ ഇത്രയുമാണ് KNR കൺസ്ട്രക്ഷനിൽ നമുക്കുള്ളത്. ഏകദേശം ഇതിൽ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 10% മുകളിലെങ്കിലും മിനിമം ടാർഗറ്റ് നമുക്കിതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് KNR കൺസ്ട്രക്ഷൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ഷെയറിൻ്റെ ഡീറ്റെയിൽ പോകാം. നമ്മുടെ അടുത്ത ഷെയർ ഇന്നോക്സ് വിൻഡ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ നമുക്ക് ചാർട്ടിൽ കാണാനായിട്ട് സാധിക്കും ഇന്നോക്സ് വിൻഡ് ലിമിറ്റഡ്. അത്
നമ്മളെ ഇൻട്രാഡേ ചാർട്ടാണ് കാണുക. ലാസ്റ്റ് ട്രേഡിംഗ് ദിവസങ്ങളിൽ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ദിവസങ്ങളിൽ ഈ സമയത്തൊക്കെ നല്ല വോളിയം ഉണ്ട് കമ്പയർ ടു പ്രീവിയസ് ഉണ്ട്. ഇതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നല്ല വോളിയം നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് തൊട്ടിട്ട് അങ്ങോട്ട് വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഈ വോളിയത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ വീണ്ടും ഇതൊരു അപ്സൈഡ് മൊമെൻറ്റം ത്തിനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് കാണേണ്ട മറ്റൊരു വസ്തുത എന്ന് വെച്ചാൽ ഇവിടെ കൃത്യമായ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. കൃത്യമായ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അതുകൂടാതെ ഇതും ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ തന്നെയായിരുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൺസോളിഡേഷൻ റേഞ്ച് തന്നെയായിരുന്നു ഇത് മൂവ് ചെയ്തിരുന്നത്. ഇതിന് ഉള്ളിലെ ട്രേഡ്. അതുകൂടാതെ ഇത് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമുക്ക് കൃത്യമായി നമുക്കൊരു ബൈ എൻട്രി ഇപ്പോൾ എടുക്കുകയാണ്. കൃത്യം 170 നമുക്ക് ഏകദേശം ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇടേണ്ടതാണ്. അതിൽ അത്രയും റിസ്ക് നമ്മൾ എടുത്താൽ മതി. ഇൻട്രാഡേ ചാർട്ടാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ചെറിയൊരു സ്വിംഗ് ട്രേഡിങ് ഓപ്പർച്യൂണിറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഒരു 170 ആ റേഞ്ചിൽ നമുക്കൊരു SL ക്രിയേറ്റ് ചെയ്യാം. കാരണം അവിടെ നല്ലൊരു സപ്പോർട്ട് പോയിന്റ് ഉണ്ട്. കാരണം ഒരു 3 ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും ഈ വലിയ ക്യാൻഡിലിൻ്റെ ഇവിടെ ഒരു സപ്പോർട്ട് പോയിന്റ്. അപ്പോൾ അവിടെ നമുക്കൊരു SL ക്രിയേറ്റ് ചെയ്യാനാണ്. കാരണം കറണ്ട് പൊസിഷനിൽ ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ ഇതിൽ നല്ല രീതിയിലുള്ള റിസ്ക് ഫാക്ടർ അടങ്ങിയിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇവിടെ നിന്ന് സ്റ്റോക്ക് 140 നിന്നാണ് നോൺ സ്റ്റോപ്പായിട്ട് കയറി പോകുന്നത്. അപ്പോൾ അത്രയും റിസ്ക് നമുക്ക് ഇതിൽ ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയ സ്റ്റോപ്പ് ലോസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻട്രാഡേ ചാർട്ടിൽ അത്രയും വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തത് വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. വീക്കിലി ചാർട്ട് നമ്മൾ നോക്കുമ്പോഴും നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് വീക്കിലി ചാർട്ട് വ്യൂവിൽ എടുത്ത് ഒരു നല്ല രീതിയിൽ ഒരു കുറച്ച് നാൾ ട്രേഡ് ചെയ്ത് ഒരു ഷോർട്ട് ടേം വ്യൂവിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബേസ്ഡ് വെച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാം. ട്രെൻഡ് ലൈൻ ബേസ്ഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു കൊടുത്താൽ ആ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കണ്ട. ഈ ട്രെൻഡ് ലൈനെ താഴെ എപ്പോൾ ക്ലോസ് ചെയ്യുന്നതോ അപ്പോൾ വിറ്റുമാറുന്ന രീതിയിൽ ഒരു ട്രെൻഡ് ലൈൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റോപ്പ് ലോസ് പറയുന്നത് ഏകദേശം 135 റേഞ്ചിലും നമുക്കൊരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഈ റേഞ്ച്, അതായത് 135 ആ റേഞ്ചിൽ അത് നല്ലൊരു സപ്പോർട്ടാണ്. ഇത് പറയുന്നത് വീക്കിലിയാണ്. വീക്കിലി നമ്മൾ എടുക്കുമ്പോൾ നല്ല ടാർഗറ്റും അതിനനുസരിച്ച് നല്ല കാലപരിധിയുണ്ട്. ഒരു ഇത് അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസത്തോ ടൈം പീരീഡിൽ നമ്മൾ ഒരു ഹോൾഡ് ചെയ്യാൻ ഇത് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ റേഞ്ച് ആയിരിക്കണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വീക്കിലി ക്യാൻഡിലും ആയിരിക്കണം നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഇനോക്സ് വിൻഡിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മുടെ അടുത്ത ഷെയർ നോസിൽ ലിമിറ്റഡ് ആണ്. നോസിൽ ലിമിറ്റഡിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. കൃത്യം നമുക്ക് നോക്കിയാൽ അറിയാം ഒരു 3 വലിയ ഭീകരന്മാരായ വോളിയം ബാർ വന്നിട്ടുണ്ട്. 1 2 3. അതുകൂടാതെ ഇവിടുത്തെ വോളിയം നോക്കിയാൽ ഈ വോളിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഇത്രയും വോളിയം ഉണ്ട്. അപ്പോൾ അതുകൂടാതെ ഈ വോളിയത്തിൻ്റെ കാര്യമാണ് ഇവിടെ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. ഇത്രയും ഇത് മനസ്സിലായല്ലോ. അതുകൂടാതെ ഇവിടെ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയത്. ഇവിടെ ഒരു നല്ല ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ ഇവിടെ 2-3 രീതിയിൽ ബ്രേക്ക് ഔട്ടാണ്. ഒന്നാമത്തെ ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കിട്ടി. അതുകൂടാതെ നല്ലൊരു റെസിസ്റ്റൻസും ബ്രേക്ക് ഔട്ട് ഇവിടെ കിട്ടി. പക്ഷേ ആ ബ്രേക്ക് ഔട്ട് കിട്ടിയെങ്കിൽ കൂടി നമുക്ക് ഒരു അങ്ങനെ കയറി പോകാനായിട്ട് സാധ്യത എന്ന് വെച്ചാൽ ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടി, എന്തുകൊണ്ട് കയറിയില്ല എന്ന് ചോദ്യം എല്ലാവർക്കും വരും. നമുക്ക് ആർക്കെങ്കിലും ട്രെൻഡ് ലൈൻ പറഞ്ഞിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടി, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് കിട്ടി, ഇത് കയറിയില്ല, അപ്പോൾ ബ്രേക്ക് ഔട്ടൊക്കെ ഫെയിൽഡ് ആണല്ലോ എന്ന് നമുക്ക് ചോദ്യങ്ങൾ വരും. പക്ഷെ നമ്മൾ മറ്റൊരു ബാക്കിലേക്ക് പോയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. 220 ഇതിൻ്റെ ലോ. 220 നിന്ന് നോൺ സ്റ്റോപ്പായിട്ട് വരുന്നതാണ് 310 വരെ. അപ്പോൾ 310 220 ആണ് വരുന്നത്. അപ്പോൾ 100 പോയിൻ്റാണ് ഇത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കയറിപ്പോയത്. 100 പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 220 100 പോയിന്റ് എന്ന് പറയുമ്പോൾ 50% ഇമ്മീഡിയറ്റ് ആയിട്ട് കയറിപ്പോയി കുറച്ച് ട്രേഡിങ് ദിവസം കൊണ്ട്. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെന്നുള്ളത് ഏത് ട്രേഡറും അല്ലെങ്കിൽ ഏത് ഇൻവെസ്റ്ററും മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ കണ്ണും പൂട്ടി ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ നിൽക്കരുത്. നമ്മൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് അത് സക്സസ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് എത്ര കയറിയിട്ടാണ് നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ നോക്കണം. അതുകൂടാതെ
അവിടുത്തെ ആ റെസിസ്റ്റൻസ് വന്ന സമയത്ത് അവിടെ എന്തെങ്കിലും റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കണ്ണു തുറന്ന് നോക്കണം. അതിന് നമ്മൾ ഇൻട്രാഡേ ചാർട്ടോ അല്ലെങ്കിൽ വീക്കിലി ചാർട്ടോ എടുത്ത് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കും. അപ്പോൾ ഇവിടെ ഇത്രയും കയറിയത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ഒരു പുൾ ബാക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കറക്ഷൻ കിട്ടി. ആ കറക്ഷൻ എവിടെ വരെ വന്നു കണ്ട, ഇവിടുത്തെ ഈ സപ്പോർട്ട് പോയിന്റ് വരെയാണ് വന്നിട്ടുള്ളത്. കണ്ട, ഇവിടെ സപ്പോർട്ട് പോയിന്റ് വരെ വന്നു. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ കണ്ട, ഇവിടെ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ റേഞ്ചിൽ ട്രേഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഇത് കണ്ട, ഈ റേഞ്ചാണ് നമ്മൾ ഈ വന്ന ഈ റേഞ്ച് കണ്ട, ഈ റേഞ്ചിൽ നമുക്കൊരു ബോക്സ് പോലെ വരയ്ക്കാണ്ട്. ഇനി അതും ബ്രേക്ക് ചെയ്ത് വെറുതെ അല്ല, നല്ലൊരു വോളിയം ബാറോടുകൂടിയാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്കൊരു പോസിറ്റീവ് വശമാണ് കാണാനുള്ളത്, ഒരു അപ്സൈഡ് മൊമെൻറ്റ്. അപ്പോൾ ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് അവനും ഇതിലൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ആ റിസ്ക് ഫാക്ടർ എന്തെന്ന് വെച്ചാൽ ഇവിടെയാണ് നല്ലൊരു ഇൻട്രാഡേ നമ്മൾ നോക്കുമ്പോൾ ഒരു സപ്പോർട്ട് പോയിന്റ് കിട്ടും. കണ്ട, ഈ റെഡ് ലൈനിൻ്റെ താഴെ ഏകദേശം 304. ആ 304ന് SL ഇട്ടുകൊണ്ട് നമുക്കൊരു ഇതിലൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് 304. പക്ഷെ ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് നാളെ മറ്റന്നാളും നല്ല 5% 10% കയറുമെന്നുള്ള ആ പ്രതീക്ഷയും നമുക്ക് വേണ്ട. ചിലപ്പോൾ ഈ ലാസ്റ്റ് ട്രേഡിൽ ഇവിടെ ഒരു റെഡ് കാൻഡിൽ വന്നുകൂടാന്നില്ല, ചിലപ്പോൾ ഇവിടെ വരെയൊക്കെ റെഡ് കാൻഡിൽ വന്നുകൂടാന്നില്ല, ചിലപ്പോൾ ഇവിടെ നിന്ന് കയറി പോകാനൊക്കെ സാധിക്കും. അതൊക്കെ പോസിബിലിറ്റിയാണ്, നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാം. പക്ഷെ നമുക്ക് ഈ 304 താഴെ ഒരു റെഡ് കാൻഡിൽ ഇൻട്രാഡേ ബേസിൽ വരികയാണെങ്കിൽ അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ മാറും. പിന്നെ ഇത് താഴ്ന്നിട്ട് ചിലപ്പോൾ 280 വരെയൊക്കെ വന്നിടാം. അപ്പോൾ 304 ചെറിയൊരു റിസ്ക് എടുത്തിട്ട് നമുക്കിത് വിറ്റുമാറണം ആ സമയത്ത്. പിന്നെ അടുത്ത ബൈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രമേ നമുക്കൊരു ബൈ എൻട്രി ഉള്ളൂ. ഇൻട്രാഡേ എന്ന് പറയുന്നത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇൻട്രാഡേ ചാർട്ടിൽ ന്യൂസിൽ എന്ന ഷെയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് ഒരു വീക്കിലി ചാർട്ടിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കാണപ്പെടാത്ത വസ്തുതകൾ ഉണ്ടോ എന്നുള്ളത് വീക്കിലി ചാർട്ട് വെച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ വീക്കിലി ചാർട്ട്, അപ്പോൾ നമുക്ക് മുഴുവൻ വ്യൂ കിട്ടുന്നില്ല വീക്കിലി. അപ്പോൾ ഇതൊന്ന് ചെറുതാക്കി നോക്കാം, ഇവിടെ ഒന്ന് ചെറുതാക്കി നോക്കിയാൽ വീക്കിലി. അപ്പോൾ ഇത്രയും ആണ് വീക്കിലി ചാർട്ട്. അപ്പോൾ നോക്കിയാൽ വീക്കിലി നമ്മൾ എന്താണ് കാണുന്നത്, നല്ല ഭംഗിയുള്ള അതിമനോഹരമായ ചാർട്ട്. ഈ ചാർട്ടിൽ നമ്മൾ എന്താണ്, ഇതൊരു റൗണ്ടിങ് ബോട്ടം വന്നു. ആദ്യം നോക്കിയാൽ നമ്മൾ കണ്ട ഒരു റൗണ്ടിങ് ബോട്ടം ആണ് ഇത് വന്നത്. കണ്ട, റൗണ്ട് ടൈപ്പിൽ ബോട്ടം വന്നിട്ടുണ്ട് വീക്കിൽ. ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ് കാണുന്നത്, ഇവിടെ നിന്ന് വോളിയം ഇല്ല, നല്ല രീതിയിൽ വോളിയം ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ 2 കണ്ടീഷൻ നമുക്കിവിടെ മാച്ച് ആയി കഴിഞ്ഞു. പോസിറ്റീവ് സെഗ്മെൻറ്റ് കിട്ടാനായിട്ട് 2 കണ്ടീഷൻസ് ആണ് ഇവിടെ മാച്ച് ആയിട്ടുള്ളത്. ഇനി അടുത്തത് എന്താണ് കാണുന്നത്, അടുത്തത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കൃത്യമായ റെസിസ്റ്റൻസ് വീക്കിലിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. വീക്കിലി എന്നാക്കാനായിട്ട് ഒരു ട്രേഡിംഗ് ദിവസം കൂടി ഉണ്ട്, അതും കൂടി നമ്മൾ ഓർക്കണം. ചിലപ്പോൾ ഇന്നൊരു റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ ആ ഇത് സക്സസ് ആവില്ല. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന് മുകളിലാണ്, ഏകദേശം 321 മുകളിലാണ് നമുക്കൊരു വീക്കിലിൽ ബ്രേക്ക് ഔട്ട് കിട്ടുക. പക്ഷേ ഇന്ന് നാളെയും ട്രേഡിംഗ് ദിവസം ഉള്ളത് കൊണ്ട് അവിടെ ഒരു 320 അടുത്ത ദിവസങ്ങൾ ക്ലോസിങ് വരണമെങ്കിൽ ഈ ക്യാൻഡിൽ ഒരു വാല്യുബിൾ ക്യാൻഡിലായിരിക്കില്ല. അപ്പോൾ പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ റേഞ്ചിൽ ഏകദേശം 325 മുകളിൽ ഒക്കെ 2 ദിവസങ്ങൾ ഇനി 2 ദിവസം ഉണ്ടല്ലോ ട്രേഡിങ്. അപ്പോൾ അതിന് മുകളിൽ ആണ് ക്ലോസിങ് ആണെങ്കിൽ ഈ ക്യാൻഡിൽ ഒരു വാല്യുബിൾ ക്യാൻഡിലായിട്ട് മാറും. കാരണം വീക്കിൽ ഇത് അത്രയും ഒരു ഗ്രീൻ ക്യാൻഡിലായിട്ട് തന്നെ നിലനിൽക്കും. അപ്പോഴും നമ്മുടെ ഈ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 കണ്ടീഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്കിവിടെ ഇവിടെ നമുക്ക് കണ്ട കൃത്യമായ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ഒരു വീക്കിലി എടുക്കുന്ന ആൾക്ക് ഒരു ഇൻട്രാഡേ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി അല്ല കാണുന്നത്. അപ്പോൾ അവിടെ ഒരു വൈഡ് റേഞ്ചും പ്രോഫിറ്റബിൾ സാധ്യതയും ലോസിനുള്ള ഒരു വൈഡ് റേഞ്ചും സാധ്യതയും ഉണ്ട് വീക്കിലി എടുക്കുമ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഇൻട്രാഡേ മൈൻഡ് സെറ്റ് വെച്ചിട്ടുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി അല്ല ഉള്ളത്, അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കോംപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടി വിത്ത് വോളിയം ഉണ്ട്. അപ്പോൾ വീക്കിലി നമുക്ക് നോക്കിയാൽ ഇവിടെയും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട്, ഒരു സപ്പോർട്ട് പോയിൻ്റായിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ റേഞ്ചിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കിയാൽ എന്താണ് കാണുന്നത്, ഈ റേഞ്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ 2 പ്രാവശ്യം 4 ക്യാൻഡിലാണ് ഇവിടെ ടച്ച് ചെയ്യാനായിട്ട് നോക്കിയിട്ട് അപ്സൈഡ് മൊമെൻറ്റം
സാധിച്ചില്ല. ഇവിടെ കുറച്ച് ക്യാൻഡിലുകൾ ഇവിടെ ടച്ച് ചെയ്യാനായിട്ട് നോക്കി സാധിച്ചില്ല. ഇവിടെ അത്യാവശ്യം 2 ക്യാൻഡിലുകൾ ടച്ച് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് മൂന്നാമത്തെ ഈ ഗ്രീൻ ക്യാൻഡിൽ ടച്ച് ചെയ്തു, ബ്രേക്ക് ഔട്ട് ചെയ്തു. അതിനുകൂടാതെ അതിന് ശേഷം വന്ന ക്യാൻഡിൽസൊക്കെ കണ്ട ഇതിന് താഴെ വന്നിട്ടില്ല. അപ്പോൾ ഈ റേഞ്ചാണ് വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു SL ഇടാൻ പറ്റിയ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 288 അല്ലെങ്കിൽ 290 റേഞ്ച് വീക്കിലാണ് പറയുന്നത്. 290 അല്ലെങ്കിൽ 288 SL ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വീക്കിലി ഒരു ബൈ എൻട്രി വീക്കിലി ചാർട്ട് നോക്കി ബൈ എൻട്രി എടുക്കുന്നവർക്ക് നോക്കാം. അപ്പോൾ വീക്കിലി നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റബിൾ സാധ്യതയിൽ കാണും. ഒരു 15% മുകളിലെങ്കിലും നമുക്ക് ഇതിൽ പ്രോഫിറ്റ് നമ്മൾ പ്രതീക്ഷിക്കണം വീക്കിലി ചാർട്ട് ഇത്രയും SL ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നോസിൽ എന്ന് പറയുന്നതിൽ നമുക്ക് ഇത്രയുമാണ് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഇൻട്രാഡേ നോക്കി, അതുകൂടാതെ വീക്കിലി നോക്കി. ഇനി അടുത്ത ഷെയറിനെ കുറിച്ച് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് കാഫിൻ ടെക്നോളജി കാഫിൻ ടെക്നോളജി ഇവിടെ നമുക്ക് കാണാനായിട്ട് കാണിക്കും. കാഫിൻ ടെക്നോളജി ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു കാഫിൻ ടെക്നോളജി ലിമിറ്റഡ് എന്ന് പറയുന്ന ആ ചാർട്ട്. ആ ചാർട്ടിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് നല്ല വോളിയം ഉണ്ട്. ലാസ്റ്റ് ട്രേഡിംഗ് ദിവസത്തിൽ നല്ല വോളിയം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കാട്ടുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് ദിവസം നല്ല വോളിയം ഉണ്ട്. ആ വോളിയം എന്ന് പറയുന്നത് ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത വോളിയമാണ്. പക്ഷേ 700 നിന്ന് 874 വരെ എത്തി നിൽക്കുന്ന സ്റ്റോക്കാണ്. ഈ 874 വരെ അതിൻ്റെ ക്ലോസ് 700 നിന്നാണ് സ്റ്റോക്ക് ചെയ്തത്. അപ്പോൾ 174 പോയിൻ്റാണ് കയറി നിൽക്കുന്നത്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആയിട്ടൊന്ന് കണക്ക് കൂട്ടിയാൽ നമുക്ക് അത് മനസ്സിലാവും. ഏകദേശം 25% കയറി നിൽക്കുകയാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ അവിടെ നല്ല രീതിയിലൊരു റിസ്ക് ഫാക്ടറും അടങ്ങിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ കാരണങ്ങളെ നമുക്ക് നോക്കാം. നമുക്കിവിടെ റെസിസ്റ്റൻസ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തു. കൃത്യമായ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല വോളിയം ഉണ്ട്. നമുക്ക് പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ് പോയിൻ്റും ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് പോയിൻറ്റും ഒന്ന് മാർക്ക് ചെയ്ത് ഇവിടെ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിരുന്നു. ഈ താഴത്തെ ബാർ, അതായത് താഴത്തെ ബാർ എന്ന് പറയുമ്പോൾ 779 770 റേഞ്ച്. ഈ താഴത്തെ ബാർ എന്ന് പറഞ്ഞാൽ 779 770 കേട്ടോ. ഇത് ഇൻട്രാഡേ ചാർട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. 770 ഇവിടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കണ്ട കുറേ ടൈമിൽ ഇവിടെ ടച്ച് ചെയ്തുകൊണ്ടാ. അതുകൂടാതെ ഇവിടെയും കുറേ നേരം ടച്ച് ചെയ്ത് താഴ്ന്നെങ്കിൽ കൂടിയും ഒരു റെഡ് ബാർ അങ്ങോട്ട് വളരെ രീതിയിൽ താഴേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു പ്രീവിയസ്. ഇപ്പോഴത്തെ അല്ല, ഈ റെസിസ്റ്റൻസ് അല്ല പറയുന്നത് ഇത്. അതാണ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ വോളിയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്യാൻഡിലുകൾ ആയിട്ട് വന്നത്. വോളിയം ഇല്ലാത്തതുകൊണ്ട് ബ്രേക്ക് ഔട്ട് സംഭവിച്ചു, പക്ഷേ വോളിയം ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ ക്യാൻഡിൽ. അപ്പോൾ ഇനിയും നമ്മളൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ എടുക്കുമ്പോൾ ഈ റേഞ്ച് ഈ 779 700 താഴെ ക്ലോസ് ചെയ്യാതെ നോക്കണം. അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അത് ആ സമയത്തുള്ള നഷ്ടം സഹിച്ചിട്ട് ഇത് വിറ്റുമാറേണ്ടതായിട്ട് ഉണ്ട്. ഇത്രയുമാണ് ഇൻട്രാഡേ ചാർട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വസ്തുത. ഒരു വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വീക്കിലി ചാർട്ടിലേക്ക് പോയിട്ട് നമുക്ക് മുന്നേ വരച്ചതൊക്കെ നമുക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. അതെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്കിതൊക്കെ ഡിലീറ്റ് ചെയ്ത് നോക്കുന്നു. അപ്പോൾ നമ്മൾ വീക്കിലി നമ്മൾ നോക്കിയപ്പോൾ കൃത്യമായ ഒരു റെസിസ്റ്റൻസ് ആണ് കാണാനായിട്ട് സാധിക്കണ്ട. കൃത്യമായ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന വോളിയം അത്യാവശ്യം ഉണ്ട്. അപ്പോൾ വീക്കിലി നമുക്ക് നോക്കുമ്പോൾ നമ്മളെ വീക്കിലിലെ ആ സപ്പോർട്ട് പോയിന്റ് നമുക്ക് വ്യത്യാസം ഉണ്ട്. അപ്പോൾ നമുക്ക് വീക്കിലി എടുക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് ഇവിടെയാണ് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കണ്ട ഈ റേഞ്ച്, അതായത് കൃത്യമായ ആ 700 എന്ന് പറഞ്ഞ ആ റേഞ്ച് ഈ റേഞ്ച് ഈ റേഞ്ചാണ് പറയുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ താഴെ വീക്കിലി ഒരു റെഡ് ക്യാൻഡിൽ വരികയാണെങ്കിൽ 700 താഴെ ക്ലോസിങ് വരികയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറാകെ മാറും. അപ്പോൾ ഇത് അവിടെ വെച്ചിട്ട് വിറ്റ് മാറാവുന്നതാണ്. വീക്കിലി നമുക്ക് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻട്രാഡേ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് ഒരു പുൾ ബാക്കോ മറ്റതും ഉണ്ടാകാം. നമുക്കവിടെ ഒരു നല്ല റിസ്ക് ഫാക്ടറും ഉണ്ട്. അപ്പോൾ ഇത്രയും ആണ് ഈ 4 ഷെയറിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിച്ചും
കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് മാത്രമേ ഇതിലൊരു എക്സിക്യൂട്ടീവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുകൂടാതെ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ലാന്ന് വിനീതമായി വീണ്ടും പറയുകയാണ്. നിങ്ങളുടെ ബ്രോക്കറുമായിട്ടോ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ടോ മാത്രം ഒരു സ്റ്റോക്കിൽ ഏതൊരു സ്റ്റോക്കിൽ ആര് പറഞ്ഞാലും അതിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു.